നേരത്തെ പറഞ്ഞതുപോലെ BJP-യുടെ അടക്കം ഒരു പരോക്ഷമായ പിന്തുണ കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നൽകിയാൽ സ്വാഭാവികമായും കെ സുധാകരൻ അത് സ്വീകരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഒരു പാർട്ടി ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് പിന്തുണയ്ക്കുന്നു. BJP-ക്കും അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നേട്ടമാണ്. കാരണം BJP-ക്ക് കെ സുധാകരനെ പോലെ ഒരു നേതാവിനെ സ്വന്തം പക്ഷത്തേക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനും CPM-നും എതിരായി ലഭിക്കുന്നു എന്നുള്ളത് BJP-യെ സംബന്ധിച്ച് അതൊരു വലിയ ക്യാച്ചാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ കെ സുധാകരനെ സംബന്ധിച്ച് പിൻഗാമി എന്നോ അല്ലെങ്കിൽ ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലാണെങ്കിലും കൂടുതൽ BJP-യെ പുകഴ്ത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. സുധാകരന്റെ കയ്യിൽ നിന്ന് പലപ്പോഴും BJP അനുകൂല പ്രസ്താവനകൾ വന്നുവെന്ന വിമർശനവുമുണ്ട്. സുധാകരൻ കൂടുതൽ BJP-യെ അനുകൂലിക്കുന്ന നിലപാടുകളിലേക്ക് നീങ്ങേണ്ടി വരുമോ? ഈ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ കൊണ്ടെത്തിക്കുമോ അവിടേക്ക്? അതുതന്നെയാണ് കെ സുധാകരനെ സംബന്ധിച്ച് നേട്ടമാവുന്നതും കോട്ടമാവുന്നതും. സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ്റെ അനുയായികളുടെ ഏറ്റവും വലിയ സുധാകരനുള്ള വിശ്വാസം എന്ന് പറയുന്നത് സുധാകരൻ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന, CPM-നെ നേരിട്ടുകൊണ്ട് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു നേതാവാണ്. പല ഘട്ടത്തിലും BJP-യും RSS-ലേക്കും സുധാകരൻ പോകുന്നു. സുധാകരൻ സംഘപരിവാറുകാരനാണ് എന്നുള്ള പ്രചരണങ്ങളൊക്കെ വരുമ്പോഴും സംഘപരിവാറിനെതിരെയും ശക്തമായ നിലപാട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങളും ചില പ്രസ്താവനകളും ഒക്കെ പണ്ട് RSS ചായയ്ക്ക് താൻ കാവൽ നിന്നിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനകളൊക്കെ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അടിസ്ഥാനപരമായി ഒരു കോൺഗ്രസിന്റെ നായകൻ എന്നുള്ള പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം അതിശക്തമായ രീതിയിൽ പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ CPM-നെ നേരിടുന്നു എന്നുള്ളതാണ്. അണികൾക്ക് അദ്ദേഹത്തിനുള്ള വിശ്വാസവും അതുതന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ അദ്ദേഹം ഒരു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അധ്യായം ഏറെക്കുറെ അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം കോൺഗ്രസിൽ നിന്ന് പോയാൽ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടി പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. MP സ്ഥാനമടക്കം തുലാസിലാവും. അല്ലെങ്കിൽ MP സ്ഥാനം വേണമെങ്കിൽ അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ അതിൽ പിന്നീട് അത് അയോഗ്യതയിലേക്ക് നീങ്ങുന്ന ഘട്ടമൊക്കെ പലപ്പോഴും ഉണ്ടാവാം. അല്ലെങ്കിൽ അത് സമർത്ഥമായി വേണമെങ്കിൽ തിരിച്ച് സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യാം. എന്തായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു നീക്കമാണെങ്കിൽ എത്രത്തോളം പിന്തുണ അദ്ദേഹത്തിന്റെ അനുയായികൾ എത്ര പേർ അദ്ദേഹത്തിനൊപ്പം നിൽക്കും? അവരൊക്കെ മറിച്ചു ചിന്തിക്കില്ലേ? ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി വലിയ പ്രവർത്തനം നടത്തുമ്പോൾ അതിന് CPM-നെ സഹായിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സഹായിക്കുന്ന രീതിയിൽ ഒരു നിലപാട് കെ സുധാകരനിൽ നിന്നുണ്ടായാൽ, കെ സുധാകരൻ ഇത്രയും കാലമുള്ള അസ്തിത്വം എന്ന് പറയുന്നത് കടുത്ത CPM വിരോധം, കടുത്ത പിണറായി വിരോധം എന്നുള്ളതാണ്. ആ അസ്തിത്വത്തിന് മേൽ തന്നെയായിരിക്കും പ്രധാന ചോദ്യങ്ങൾ ഉയരുക. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് അവസാന തീരുമാനമെടുക്കാൻ കെ സുധാകരൻ മടിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര കാലവും അങ്ങനെ തീരുമാനം എടുക്കാതിരുന്നത്. പക്ഷേ ഇത്ര കാലവും നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ല അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രായം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അദ്ദേഹം വൈകാരികമായി തീരുമാനമെടുക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അത്തരം തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് നമുക്ക് ഇപ്പോഴും പറയാനും കഴിയില്ല. യെസ്, അപ്പോൾ KV ബൈജു കൂടി എന്നോടൊപ്പം നിൽക്കുന്നുണ്ട്. ബൈജു കാസർഗോഡ് വളരെ സൂക്ഷ്മമായി രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയല്ലോ. അവിടെ കെ സുധാകരൻ ഇമ്പാക്റ്റ് എത്രയുണ്ടാകും? ഇപ്പോൾ തളിപ്പറമ്പ് എന്ന് പറയുന്നത്, തളിപ്പറമ്പ് കഴിഞ്ഞാൽ പിന്നെ പയ്യന്നൂർ കടന്നാൽ കാസർഗോഡിലേക്ക് എത്തുകയായി. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഇമ്പാക്റ്റ് തളിപ്പറമ്പിൽ കെ സുധാകരൻ്റെ ഒരു വിമത സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു, കണ്ണൂരിൽ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ, തലശ്ശേരി അങ്ങനെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ എന്ത് മാറ്റം അതിന് ഉണ്ടാക്കുമെന്നാണ് ബൈജു കരുതുന്നത്? മനുഭരത്ത്, അതായത് ഉദുമ നിയോജക മണ്ഡലത്തിൽ സുധാകരൻ വലിയ 4000-ഓളം വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് കാസർഗോഡും യഥാർത്ഥത്തിൽ കണ്ണൂരിന് സമാനമായ സുധാകരനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകളിൽ നിന്നാണ് സാധാരണ നമുക്ക് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം കണ്ണൂരിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാവുക പേരാവൂറാണ്. സണ്ണി ജോസഫ്, സുധാകരന് സീറ്റില്ലെങ്കിൽ സണ്ണി ജോസഫിന് വോട്ടില്ല എന്ന തരത്തിലുള്ള വലിയ ക്യാമ്പയിനുകളാണ് നമ്മൾ കണ്ണൂരിൽ കാണാൻ സാധിച്ചത്. മാത്രമല്ല പേരാവൂര് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സ്ഥാനാർത്ഥി കുറെ കൂടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ്. KK ശൈലജയാണ് വരുന്നത് പേരാവൂര് മത്സരിക്കാൻ. ഒരു തവണ മണ്ഡലം പുനഃക്രമീകരണത്തിന് മുന്നേ ജയിച്ചിട്ടുള്ളതാണ്. പക്ഷേ പിന്നെ മണ്ഡലം മാറി 2010 അതോടുകൂടി ഒരു പക്ഷേ വോട്ടിൻ്റെ ഒരു കുറവുണ്ടായിരിക്കാം. പക്ഷേ ഈ കുറ്റ്യാനിമറ്റത്തെ പോലെയല്ല, KK ശൈലജ വരുമ്പോൾ അത് കുറെ കൂടെ ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും അല്ലേ? മനുഭരത്ത്, എതിരാളി കരുത്ത് മാത്രമല്ല, ഈ സുധാകരന്റെ വിഷയത്തിൽ വലിയ തോതിൽ സണ്ണി ജോസഫിന് എതിരെ സുധാകരൻ അനുകൂലികൾ രംഗത്ത് വരുന്ന സാഹചര്യം. ഫ്ലക്സ് ബോർഡുകൾ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത് പേരാവൂർ മണ്ഡലത്തിലാണെന്ന് ഓർക്കണം. മാത്രമല്ല പേരാവൂർ മണ്ഡലത്തിലുള്ള ആളുകളാണ് കൂടുതലായും ഇന്ന് DCC ഓഫീസ് പരിസരത്തും ഇത്തരത്തിൽ പടക്കം പൊട്ടിക്കാനും ഈ വാർത്ത, അതായത് സുധാകരൻ മത്സരിക്കുന്നു എന്ന വിവരം വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ എത്തിയത്. അത് മാത്രമല്ല പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്താനും മുന്നിലുണ്ടായത് ഈ ഭാഗങ്ങളിലുള്ളവരാണ്. എന്തായാലും ഈ കാര്യത്തിൽ സുധാകരൻ അല്പസമയത്തിനകം മനസ്സ് തുറക്കും. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ
ദിവസങ്ങളായി ഈ ഒരു നാടകീയത, അതായത് സീറ്റ് ലഭിക്കും, സീറ്റ് നൽകി എന്ന തരത്തിലൊക്കെ വലിയ തോതിൽ പ്രചരണം, വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അത് മണ്ഡലം പ്രസിഡന്റുമാരുടെ യോഗത്തിൽ വലിയ തർക്കമുണ്ടായത് സുധാകരന് സീറ്റ് നൽകരുതെന്ന് പറഞ്ഞാണ്. അങ്ങനെയും ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യം ഒക്കെ നമ്മൾ ഇന്ന് കണ്ടു. അതിനെല്ലാം ഒടുവിൽ സുധാകരൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. സുധാകരൻ മനസ്സ് തുറക്കാൻ പോകുന്നു. സുധാകരന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്കേക്ക് തടയാൻ സാധിച്ചെങ്കിലും സുധാകരൻ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഉടൻ തന്നെ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. രാത്രിയോടുകൂടി തന്നെ കണ്ണൂരിലേക്ക് എത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബൈജു അതാണ് കിരൺ ബൈജു പറഞ്ഞ ആ വിഷയം ആണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. പേരാവൂരിൽ KPCC അധ്യക്ഷനാണ് മത്സരിക്കുന്നത്. പേരാവൂരിൽ എന്ത് തിരിച്ചടി ഉണ്ടായാലും അത് കോൺഗ്രസിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു മണ്ഡലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് സുധാകരന് നിർണായകമായ ഒരു കരുത്തുള്ളത്. സ്വാഭാവികമായും അവിടെ CPM-നും കുറേയൊക്കെ ബിനോയ് കുര്യനായാലും അങ്ങനെയുള്ള നേതാക്കൾക്കൊക്കെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അവരൊക്കെ അത് പ്രകടിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടേക്കാണ് KK ശൈലജ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഇത് വലിയ ആത്മവിശ്വാസത്തോടുകൂടി ടീം UDF എന്നൊക്കെ VD സതീശൻ പറഞ്ഞ് എത്തിയെടുത്ത് നിന്ന് ഇപ്പോൾ അതിലെ ഒരു പ്രധാന ആൾ മാറി നിൽക്കുന്നു എന്ന് വരുമ്പോൾ അത് കനത്ത തിരിച്ചടിയിലേക്ക് വരും എന്ന് ഭയപ്പെടേണ്ടതുണ്ടോ കോൺഗ്രസിന്? മനു, സ്വാഭാവികമായും അത്തരം ഒരു തിരിച്ചടിയിലേക്ക് കോൺഗ്രസ് ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. സുധാകരനെ പോലെ ഒരു നേതാവ് ഈ സമയത്ത് പാർട്ടി വിട്ടു പോവുകയാണെങ്കിൽ അത് ഒന്നാമതുണ്ടാകുന്ന തിരിച്ചടി അടുത്ത് വരുന്ന ഒരു മിനിമം 3 4 അല്ലെങ്കിൽ 5 ദിവസം വരെയെങ്കിലും ഈ വിഷയം പ്രധാനപ്പെട്ട ചർച്ചയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവും. കോൺഗ്രസിന് പ്രധാനമായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി സർക്കാരിനെ ആക്രമിച്ച് മുന്നേറേണ്ട ഒരു സമയത്ത് 5 ദിവസം നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ ഇനി 20 ദിവസം ഉള്ളിടത്ത് 5 ദിവസം നഷ്ടമാവുക എന്ന് പറഞ്ഞാൽ അത് വലുതാണ്. ആ 5 എന്നുള്ളത് സുധാകരൻ വിചാരിച്ചാൽ ചിലപ്പോൾ അത് 6 7 8 ഒക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ചിലപ്പോൾ കഴിഞ്ഞേക്കും. എന്തായാലും ഒരു പറഞ്ഞത് 5 ദിവസത്തേക്ക് വാർത്തയാകാനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിനുള്ള കണ്ടന്റ് എന്തായാലും സ്വാഭാവികമായും സുധാകരന്റെ പക്കലുണ്ട്. ആ സുധാകരൻ വാർത്തയാക്കും. അത് കോൺഗ്രസ് രക്ഷിക്കുന്ന പ്രതിരോധം. മറ്റൊന്ന് മനു സൂചിപ്പിച്ചതാണ്, കണ്ണൂരിൽ എവിടെയെങ്കിലും സുധാകരനോ അല്ലെങ്കിൽ സുധാകരൻ നിർത്തുന്ന അനുയായികളോ ഏതെങ്കിലും സുധാകരന്റെ അനുയായികളോ അല്ലെങ്കിൽ റിബലായി നിൽക്കുന്നവരോ ഇപ്പോൾ അസംതൃപ്തരായി നിൽക്കുന്നവരോ ഒക്കെ മത്സരിപ്പിച്ചാൽ അവരാരും ജയിക്കുമെന്നൊരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല. ഇനി അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. പക്ഷേ അവർ പിടിക്കുന്ന വോട്ട് കോൺഗ്രസിന്റെ വോട്ടായിരിക്കും. അവർ കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായും അവിടെ വിജയിക്കുന്നത് LDF ആയിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട മണ്ഡലം പേരാവൂരാണ്. പേരാവൂരിനെ സംബന്ധിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മത്സരിക്കുന്നതിന് എതിരാളിയായി നിൽക്കുന്നത് KK ശൈലജയാണ്. KK ശൈലജ സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിക്കാൻ CPM-ന് കഴിയുന്നതിൽ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥിയാണ്. ഒരു തവണ പേരാവൂരിൽ ജയിക്കുകയും തോൽക്കുകയും ചെയ്ത ഒരു ഹിസ്റ്ററി കൂടി KK ശൈലജയ്ക്കുണ്ട്. അന്നത്തെ ഒരു KK ശൈലജ അല്ല ഇപ്പോഴത്തെ KK ശൈലജ എന്ന് ആലോചിക്കണം. അന്ന് ഒരു സാധാരണ MLA മാത്രമായിരുന്ന CPM നേതാവ് മാത്രമായിരുന്ന ഒരാളായിരുന്നെങ്കിൽ പിന്നീട് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ സ്വന്തം നിലയിൽ ഉണ്ടാക്കിയ വലിയ പ്രതിച്ഛായുണ്ട്. അവർക്ക് മതേതര ചേരിയിൽ ഉണ്ടായ വലിയ സ്വാധീനമുണ്ട്. മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ വേലിക്കെട്ടുകൾ മറികടന്ന് വോട്ട് പിടിക്കാനുള്ള അവരുടെ ശേഷിയും ഒക്കെ ഉണ്ട്. ഒന്നും സുധാകരൻ ഉണ്ട് എങ്കിൽ തന്നെയും പേരാവൂരിൽ കടുത്ത മത്സരത്തിൽ തന്നെയാവും സണ്ണി ജോസഫ് നേരിടേണ്ടി വരിക. കടുത്ത മത്സരത്തിലൂടെ അല്ലാതെ അവിടെ ആരുടെയെങ്കിലും ഒരു വിജയം നമുക്ക് ഉറപ്പാക്കാൻ ഒരിക്കലും കഴിയുന്ന ഒരു മണ്ഡലമല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു വിഭാഗം നേതാക്കൾ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ നേരെ വോട്ട് സണ്ണി ജോസഫിന് കിട്ടേണ്ട വോട്ട് മറിക്കുക. ഒന്നുകിൽ അത് KK ശൈലജയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്രനായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൊടുക്കുക എന്നുള്ളതാണ്. അത് സണ്ണി ജോസഫിനെ ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല കണ്ണൂരിലെ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിനായാലും ലീഗായാലും വിജയം പ്രതീക്ഷിക്കുന്ന പല മണ്ഡലങ്ങളിലും ഇത് തിരിച്ചടി ഉണ്ടാക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ സംസ്ഥാനത്ത് ആകെ ഉണ്ടാക്കുന്ന തിരിച്ചടി ചിലപ്പോൾ ഈ 5 ദിവസം കഴിഞ്ഞാൽ മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞേക്കും. പക്ഷേ കണ്ണൂരിൽ സുധാകരൻ ഉണ്ടാക്കുന്ന തിരിച്ചടി എത്രത്തോളം മറികടക്കാൻ കഴിയുമെന്നുള്ളത് കണ്ണൂരിലെ അതിനപ്പുറത്തേക്ക് കിരൺ ഇതിൽ വേറൊരു വിഷയമുണ്ട്. വോട്ട് കിട്ടാത്ത അസംതൃപ്തരൊക്കെ സുധാകരനൊപ്പം അല്ലെങ്കിൽ സുധാകരന് ചുറ്റും അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി അവിടെ ഉണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് സീറ്റില്ല. ദീപ്തി മേരി വർഗീസിന് നിരാശയുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ പല ആളുകളും തങ്ങൾക്ക് സീറ്റില്ല എന്നത് വലിയ പ്രതിഷേധമായി എടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പീരിമേട് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഞാൻ തന്നെ മത്സരിച്ചേക്കാം എന്ന് പറഞ്ഞ് നാളെ അവിടെ പ്രഖ്യാപനം നടത്തും എന്നൊക്കെ അവകാശപ്പെടുന്നു. അങ്ങനെ പലയിടങ്ങളിലും ഈ അസംതൃപ്തിയുണ്ട്. ഈ അസംതൃപ്തരെ കൂടുതൽ കരുത്തുറ്റവരാക്കാൻ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കാൻ അവരെ കൂടുതൽ ഈ വിമത നീക്കങ്ങൾക്ക് ശക്തരാക്കാൻ സുധാകരൻ്റെ ഈ ഒറ്റ നിലപാട് സഹായിക്കും. അത് കേരളത്തിലുടനീളം എന്ത് മാറ്റമുണ്ടാക്കുമെന്നാണ് എത്ര വലിയ മാറ്റമുണ്ടാക്കും എന്നതാണ് കിരൺ കരുതുന്നത്.
മനു, കെ സുധാകരനെ പോലുള്ള നേതാവിന്റെ അണികൾ എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക തരത്തിലുള്ള അണികൾ, അദ്ദേഹത്തിന് സ്ഥിരമായി ഉള്ള ആളുകളൊക്കെയാണ്. കെ സുധാകരൻ മത്സരിക്കുന്ന കരുതി ഈ ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ ദീപ്തി മേരി വർഗീസിനെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളാരും അങ്ങനെ ഒരു പാർട്ടി വിട്ട് കെ സുധാകരനൊപ്പം നിന്ന് ബദൽ മത്സരിച്ചേക്കാം, അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രധാനപ്പെട്ട നേതാക്കളാരും തയ്യാറാവാൻ വഴിയില്ല. പക്ഷേ ഈ പ്രാദേശികമായി പല സ്ഥലത്തും മത്സരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന, എന്നാൽ ആ പാർട്ടി മത്സര രംഗത്ത് എവിടെയും പരിഗണിക്കാത്ത ചിലരൊക്കെ ഉണ്ട്. അവർ സ്വയം ചിന്തിക്കുകയാണ് എനിക്ക് അവിടെ മത്സരിക്കാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഞാൻ യോഗ്യനാണെന്നൊക്കെ ചിന്തിച്ച് രണ്ടും കൽപ്പിച്ച് മത്സരത്തിന് ഇറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ചിലപ്പോൾ കെ സുധാകരന്റെ കൂടെ ഞാൻ നിൽക്കുന്നു എന്നുള്ള മട്ടിലേക്ക് അവർക്ക് ഒരു അത്താണിയായി കെ സുധാകരനെ കണ്ട് അവർ അതിന് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതെങ്കിലും കാലത്ത് ഇനി മടങ്ങി വരികയാണെങ്കിലും മടങ്ങി വരാനുള്ള ഒരു ചാൻസ് കൂടിയാണ് ഒരു പ്രധാനപ്പെട്ട നേതാവിനൊപ്പം നിൽക്കുന്ന ആ നേതാവിനെ മടക്കിയെടുക്കുകയാണെങ്കിൽ തങ്ങളെയും മടക്കിയെടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയൊക്കെ ആ സമയത്ത് വെക്കാനോ കഴിയും. അത്തരം ഒരു മുൻകരുതൽ എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കൾ ഏതെങ്കിലും നിലവിൽ ഐയുടെയോ എയുടെയോ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾ, സുധാകരനൊപ്പം നിൽക്കാത്ത നേതാക്കൾ ആരെങ്കിലും സുധാകരന്റെ ഇപ്പോഴത്തെ ഒരു വാക്ക് വിശ്വസിച്ചുകൊണ്ട് സുധാകരനൊപ്പം നിന്ന് മത്സരിച്ചേക്കാം എന്ന് അങ്ങനെ ചാടിക്കാനുള്ള സാധ്യത കാണാൻ കഴിയില്ല. യെസ്, ബൈജു ഇതിൽ മറ്റൊരു പ്രധാന വിഷയം അവിടെ ഉയരുന്നത്, ഇത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടൊരു തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുന്നില്ല. ഇനിയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു സുപ്രധാനമായ സംസ്ഥാനമാണ്. സുധാകരൻ മാറുന്നു എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ, കാസർഗോഡ് 2 മണ്ഡലങ്ങളിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കും എന്നൊക്കെയുള്ള ആശങ്കകൾ ഒക്കെ അവിടെ നിൽക്കണം. ഇതൊന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഒരു തരത്തിലും ബാധിച്ചില്ലേ? അല്ലെങ്കിൽ ഇനി സുധാകരൻ ഇത് തുറന്നു പറഞ്ഞ് പോരിനിറങ്ങുമ്പോൾ കൂടുതൽ അനുനയത്തിൻ്റെ വഴികളുമായി അവർ വരും എന്നെന്തെങ്കിലും പ്രതീക്ഷ കെ സുധാകരനുണ്ടോ? ഇല്ല മനു ഭരത്, അത് ഉച്ചവരെ ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അത് മാറിയിരിക്കുന്നത് വേണം പറയാൻ. കാരണം VD സതീശൻ ഇതിൽ ഉറച്ച നിലപാടെടുത്തു. അതായത് പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന തരത്തിൽ, അതായത് സുധാകരന് സീറ്റ് നൽകുകയാണെങ്കിൽ പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കുന്ന രീതിയിലുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് VD സതീശൻ പോയി എന്നതാണ്. അങ്ങനെയാണ് അത് ഏറ്റവും അവസാനമായി സുധാകരനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ആരാണ് സുധാകരന് എതിര് നിൽക്കുന്നതെന്നാണ് ഒരു ചോദ്യം ഉയരുന്നത്. അത് സണ്ണി ജോസഫാണോ അതോ VD സതീശൻ നേരിട്ടാണോ? ഉണ്ണിത്താൻ നേരത്തെ തന്നെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. MP-മാർ മത്സരിക്കേണ്ട എന്ന് അദ്ദേഹം ആവർത്തിച്ച് ഇന്നും അത് ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താൻ തൊട്ടടുത്ത് കിടക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ MP-യും സുധാകരൻ മത്സരിക്കുന്നതിന് എതിരായിരുന്നു. അതോടൊപ്പം സണ്ണി ജോസഫ് ഈ കാര്യത്തിൽ കടുത്ത നിലപാടെടുത്തെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പേരാവൂരിൽ നിന്നും എതിർ ശബ്ദം വലിയ തോതിൽ ഉയർന്നു വന്നത്, ഇപ്പോഴും ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല സീറ്റുകളിലും 1000-നും 2000-നും ഭൂരിപക്ഷത്തിനൊക്കെ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ സുധാകരൻ ഈ നീക്കങ്ങൾ എങ്ങനെയെന്നറിയില്ല, അങ്ങനെ 15 എടുത്ത് മത്സരിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിർണായക ശക്തിയായി മാറും. അത് ഇടതുപക്ഷത്തെ സഹായിക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ പോകുന്നത്, എളുപ്പമാവുക. നമുക്കറിയാം, ഒരു 4 ദിവസം മുൻപ് ഇടതുപക്ഷം വല്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലായ സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം അവർക്ക് മറികടക്കാൻ സാധിച്ചു സുധാകരന്റെ ഈ ഒറ്റ വിഷയത്തിൽ നിന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്യാമളയുടെ കാര്യമായാലും KK ശൈലജയെ പേരാവൂരിൽ നിർത്തിയതായാലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നീങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി അദ്ദേഹവും അതിന് മുന്നോട്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ ഇടതുപക്ഷം വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കണ്ണൂരിൽ നിന്നും ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നത്. സുധാകരന്റെ നീക്കം അത് ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിൽ തന്നെയായിരിക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് പറഞ്ഞ VD സതീശന് വാക്കുപാലിക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ നീങ്ങി. ഇന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിയ നാണക്കേട് ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനമായി ഇന്ന് 2 കാര്യങ്ങളാണ് പ്രധാനമായും നടക്കാൻ പോകുന്നത്. സുധാകരൻ മനസ്സ് തുറക്കും, സുധാകരന്റെ നീക്കങ്ങൾ കൃത്യമായി ഇന്ന് നിലപാട് വ്യക്തമാക്കും. അതോടൊപ്പം ഇന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് രാത്രിയോടുകൂടി തന്നെ പുറത്തു വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ കാര്യത്തിൽ ഒരു അവ്യക്തതയൊക്കെ നീങ്ങി ഇനി സുധാകരന്റെ നീക്കങ്ങൾ കൃത്യമായി ഈ രീതിയിൽ നാളെ മുതൽ തന്നെ പ്രചരണം ആരംഭിക്കുന്ന രീതിയിൽ ഇനി അസംതൃപ്തരായ ഈ കോൺഗ്രസിലുള്ള ആളുകളെ കൂട്ടിച്ചേർക്കുക, അങ്ങനെ വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. നമുക്കറിയാം, നേരത്തെയൊക്കെ വലിയ തോതിൽ തന്ത്രങ്ങൾ മെനയുന്ന ഒരാളാണ് സുധാകരനൊപ്പം അത്തരത്തിലുള്ള DCC ഉൾപ്പെടെ സുധാകരനൊപ്പം നിൽക്കുന്നതാണ് കണ്ണൂർ കാഴ്ചകൾ സാധിച്ചത്. കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് സുധാകരനപ്പുറം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് വസ്തുത. അങ്ങനെ സുധാകരനൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാം പിന്തുണയോടുകൂടി വലിയ തോതിൽ പ്രതിരോധം ഈ കോൺഗ്രസിന് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഈ നീക്കത്തിന് പിന്നിൽ സുധാകരന്റെ കൃത്യമായ ലക്ഷ്യം. ലാസ്റ്റ് ബസ്സാണ് സുധാകരനെ സംബന്ധിച്ചിടത്തോളം. ഈ തവണ
മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്ത ഘട്ടം വരുമ്പോൾ ഇനി MP സ്ഥാനം രാജിവെക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും. അതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. എന്തായാലും നാളെ കണ്ണൂരിൽ എല്ലാ കണ്ണുകളും കണ്ണൂരിലേക്കായിരിക്കും. സുധാകരന്റെ ആ ഒരു നീക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസമായിരിക്കും നാളെ. ഇന്ന് രാത്രി 10:30 മണിയുടെ ഫ്ലൈറ്റിനാണ് സുധാകരൻ ദില്ലിയിൽ നിന്നും വരുന്നതെന്നാണ് അവിടെ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത്. അതിനു മുമ്പ് മാധ്യമങ്ങളെ സുധാകരൻ കണ്ട് തന്റെ നിലപാട് വ്യക്തമാക്കും. കൂടുതൽ കാര്യങ്ങൾ കണ്ണൂരിൽ വന്നതിന് ശേഷമായിരിക്കും അദ്ദേഹം വിശദീകരിക്കുക എന്ന് മനസ്സിലാക്കുന്നു. നാളെ രാവിലെ തന്നെ കണ്ണൂരിൽ വന്ന് അദ്ദേഹം ഇത് തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ എന്ത് എന്നത് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. കിരൺ, ഇവിടെ കോൺഗ്രസിനൊരു അമിത വിശ്വാസം ഉണ്ടായിരുന്നു. കെ സുധാകരൻ അങ്ങനെ പോകില്ല. കാരണം പിണറായി വിജയനെ എതിർക്കുന്നയാൾ എന്ന നിലയിൽ, പിണറായി വിജയനെ നഖശിഖാന്തകം എതിർക്കുന്നയാൾ എന്ന നിലയിൽ ഒരിക്കലും പിണറായി വിജയൻ മൂന്നാമതൊരു തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകരുത് എന്നാഗ്രഹിക്കുന്ന ആദ്യത്തെയാൾ ആണ് സുധാകരൻ എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിൽ സുധാകരൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മുട്ടുമടക്കി അവരുടെ പൊതു നിലപാടിനോട് യോജിച്ചു പോകും എന്ന് കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അതിനാണോ സുധാകരൻ ഇത്തരത്തിൽ ഗുഡ് ബൈ പറയുന്നത്? മനു, അതിനാണ് എന്ന് തന്നെ പറയാം. കോൺഗ്രസ്സുകാർക്കും അത് കൃത്യമായിട്ട് അറിയാം. കെ സുധാകരനെ സംബന്ധിച്ച് മറ്റേതെങ്കിലും ഒരു നേതാവാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തുന്നതെങ്കിൽ അയാൾ സ്വതന്ത്രനായി മത്സരിച്ചാൽ ഇടതുമുന്നണി പിന്തുണ നൽകാനുള്ള സാധ്യതയുണ്ട്, CPM പിന്തുണ നൽകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കെ സുധാകരനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വഴിയേ മുന്നിലില്ല. കെ സുധാകരൻ ആകെ പിന്തുണ നൽകാൻ സാധ്യതയുള്ളത് BJP ആണ്. BJP-യിലേക്ക് പിന്തുണ സ്വീകരിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും കെ സുധാകരൻ ഇപ്പോൾ ലഭിക്കുന്ന വലിയ തോതിലുള്ള പിന്തുണ അതിൻ്റെ നല്ലൊരു ശതമാനവും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ദൗർബല്യം കെ സുധാകരനുണ്ട്. ആ ദൗർബല്യം കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെയാണ് സുധാകരനെ ഏതെങ്കിലും തരത്തിൽ മറുകണ്ഠം ചാടില്ല എന്നൊരു ഉറച്ച വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. അതാണ് കിരൺ സൂചിപ്പിച്ചതാണ് അതിലെ സുപ്രധാനമായ ഒരു കാര്യം. സുധാകരന്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്ന വലിയ ചോദ്യം കൂടി ഇനി കേരളത്തിന് മുന്നിൽ വരികയാണ്. എന്താണ് കെ സുധാകരൻ എടുക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാട്? അത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ഏതു തരത്തിൽ മാറ്റിമറിക്കും? ഈ ഒരു വലിയ ചോദ്യം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്.